ശരി ബിനിൽ. അറുതിയില്ലാതെ പവർ കട്ട്. ലോകകപ്പ് ഫൈനൽ സമയത്തെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാകുമോ? സർക്കാരിന്റെ ആസൂത്രണ പാളിച്ചയോ എന്ന് ചോദിച്ചപ്പോൾ രാത്രിയിൽ AC ഇടരുത്, തുണി തേക്കരുത് എന്നെല്ലാമാണ് ഇന്ന് വൈദ്യുതി മന്ത്രി വന്ന് ജനത്തോട് ഉപദേശിച്ചത്. ഇത് വല്ലാത്ത തേപ്പാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. ഇപ്പോൾ അല്പസമയം മുൻപ് KCB ചെയർമാൻ പറഞ്ഞത് ഇത് ആസൂത്രണത്തിലെ പോരായ്മയൊന്നുമല്ല, മഴയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ജൂൺ ജൂലൈ മാസത്തിൽ ഇത്രയധികം വൈദ്യുതി ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ വൈദ്യുതി വേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായ അവസ്ഥയാണ് എന്നതൊക്കെ. എന്തായാലും പവർ കട്ട് അവസാനമില്ലാതെ ഇങ്ങനെ തുടരുകയാണ്. അപ്പോൾ ഇത് സർക്കാരിന്റെ ആസൂത്രണ പാളിച്ചയാണോ എന്ന് നമ്മൾ ഇന്ന് ജനങ്ങളോട് വീണ്ടും ഇക്കാര്യത്തെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് അജിത്ത് കോട്ടയത്തുള്ള ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. കേൾക്കാം. സ്ഥിരം പ്രതികരണങ്ങൾ ആവർത്തിക്കുന്നതല്ലാതെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം ആസൂത്രണത്തിലെ പിഴവ് കൂടിയാണെന്ന പ്രതിപക്ഷ വിമർശനത്തിന് സണ്ണി ജോസഫ് മറുപടി പറയുന്നില്ല. വേണ്ട മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കുന്നതിൽ പാളിച്ചുണ്ടായോ? ജനങ്ങളുടെ പ്രതികരണം കാണാം. പവർ കട്ടെന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയാനുള്ളത്, ഇതിനു മുമ്പ് ഇടതുപക്ഷം ഭരിച്ചപ്പം പിന്നെ ഇവിടെ പവർ കട്ട് പരിസരം ഇല്ലെന്നാക്കിയതാണ്. ഇല്ലെന്ന് ഏത് പവർ കട്ട് എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാത്ത, ഒരിക്കലും പവർ കട്ട് വരാത്ത രീതിയിലുള്ള തീരുമാനത്തിൽ കൂടെ കൊണ്ടുവന്നതാണ്. രാത്രികാലങ്ങളിൽ ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് പരാതിപ്പെടാമെന്നല്ലാതെ അതൊരു തീരുമാനം ഉണ്ടായിട്ടില്ലല്ലോ. തീരുമാനം ഉണ്ടായി വളരെ കെട്ടുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്കുണ്ട്. കുറച്ചൊക്കെ പാളിച്ചുണ്ട്, അത് മാറ്റം വന്നോളൂ. അങ്ങനെ വലിയ ബുദ്ധിമുട്ട് പറയാനില്ല. ഇല്ല, ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. ഇല്ല 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 ഒരു പാളിച്ചയും കാണുന്നില്ല. നല്ല മനുഷ്യനാണ്. അല്ല, നമ്മുടെ ഇത് വി.ഡി. സതീശൻ കയറിയ നല്ല ഒരു പ്രവർത്തനം ഇപ്പം കണ്ടിരിക്കുന്നത്. രാത്രി കുറച്ചു നേരം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പിള്ളേർക്കൊക്കെ പഠിക്കാനൊക്കെ ഉള്ളപ്പോഴേ ബുദ്ധിമുട്ടുണ്ട്. ഇച്ചിരി കഴിയുമ്പോൾ മാറുമായിരിക്കും തോന്നുന്നു പവർ കട്ട്. തീർച്ചയായിട്ടും 10 വർഷക്കാലം ഇല്ലാഞ്ഞത് ഇപ്പോഴാണ്. എല്ലാ തരത്തിലും ബുദ്ധിമുട്ടാണ്. കൂടുതൽ പ്രതിസന്ധി തന്നെയാണ്, വലിയ പ്രതിസന്ധി തന്നെ. രാത്രി ഉറങ്ങാൻ പറ്റില്ല, കൊതു അടിച്ച് എങ്ങനെ ഉറങ്ങുന്ന ഭയങ്കര കൊതുവാണ്. വലിയ ബുദ്ധിമുട്ട് തന്നെ. അവര് കുഴപ്പമാണ്, അവർ കരാറ്റ് വന്നിരിക്കുന്ന സമയത്തല്ലേ ഇത് കുഴപ്പമാകുന്നു. നമ്മൾ കറണ്ട് ചാർജ് അടയ്ക്കണം. നമ്മുടെ കാശ് കൊടുത്ത് നമ്മൾ കറണ്ട് ചാർജ് അടയ്ക്കുന്നു. ഇവർക്ക് ഇച്ചിരി കറണ്ട് മേടിച്ച് തന്നാൽ എന്നാ കുഴപ്പം എന്നാ? ഈ വൈകിട്ട് രാത്രി 11 മണിക്ക് എടുത്ത് ഈ ഇരുട്ടത്താണ് കിടക്കണ്ടേ. ഇവർക്കൊന്നും ഇതൊന്നും അറിയത്തില്ലേ. ബുദ്ധിമുട്ടാണ്. പിള്ളേർക്കാണെങ്കിൽ പഠിക്കാനും വല്ല ആ സമയത്ത് തന്നെയാണ് പുറകോട്ട്. പിന്നെ സർക്കാർ ഇത് കണ്ടറിഞ്ഞ് ചെയ്യേണ്ടിയായിരുന്നു. ഇത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. ഈ സർക്കാരിൻ്റെ കാലത്താണല്ലോ ഇങ്ങനെ വന്നത്. എന്താണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമുക്കെല്ലാവർക്കും വീട്ടിൽ എപ്പോഴും 2-3 മണിക്കൂർ കൂടുമ്പോൾ കറണ്ട് പോവുക. രാത്രിക്ക് 3-4 പ്രാവശ്യം പോകുന്നത്. നേരത്തെ ഒരു കാരണമില്ലാതെ ക്യാൻസലാക്കി. പിന്നെ മഴയുടെ ഒരു കാരണമുണ്ട്. നമുക്ക് മഴ കൃത്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഇനി ഇത് മുന്നോട്ട് പ്ലാനുകൾ, സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പോവാം. ഇത് ഓൾറെഡി KCBയുടെ നേതൃത്വത്തിൽ ആൾക്കാർ പ്ലാൻ ചെയ്യേണ്ട കാര്യമാണ്. റെഗുലേറ്ററി കമ്മീഷൻ്റെ അടുത്ത് വൈദ്യുതി വാങ്ങിക്കാൻ ചെന്നപ്പോൾ അവർ തന്നെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഇത് നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ KCBക്ക് വരുന്ന പാളിച്ചയാണ് ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും പാളിച്ച ഉണ്ട് എന്ന് ആളുകൾ കൂടി പറയുന്നുണ്ട്. എന്തായാലും ഇതിലൊരു തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് സാധാരണ ജനങ്ങളുടെ പ്രതീക്ഷ. അത്തരത്തിൽ സർക്കാർ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്.